നമുക്ക് അടുത്ത പഠിക്കാനുള്ള ചാപ്റ്റർ ഡിവിഷൻ. പേജ് നമ്പർ 59. ഡിവിഷൻ കേട്ടിട്ടില്ലേ? പഠിച്ചിട്ടില്ലേ? പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഡിവിഷൻ പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഡിവിഷൻ കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? കേൾക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കൈവന്നിച്ചേ. ഡിവിഷൻ എന്ന് കേൾക്കാത്തവർ കൈവന്നിച്ചേ. ഇല്ല, എല്ലാവരും കേട്ടിട്ടുണ്ട്. സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട് ഡിവിഷൻ അല്ലേ? എന്താ ഡിവിഷൻ? എന്താ ഡിവിഷൻ? ആരാ പറഞ്ഞു തരുന്നത് എന്താ ഡിവിഷൻ? അറിയുന്നത് പറഞ്ഞോ. ഡിവിഷനെ പറ്റി അറിയുന്നതൊക്കെ പറഞ്ഞോ. ആരാ പറഞ്ഞു തരുന്നേ? ആരാ പറഞ്ഞു തരുന്നേ? ജോയലേ, എന്താ ഡിവിഷൻ അറിയോ? കേട്ടിട്ടുണ്ട്, എങ്ങനെയാ പറയണ്ടേന്ന് അറിയില്ല. പഠിച്ചിട്ടും ഉണ്ട് അല്ലേ? ഡിവിഷൻ. ഡിവിഷൻ. അജിസലിന് അറിയോ? നോ. ജൂലിയറ്റ്, എന്താ ഡിവിഷൻ പറയാൻ അറിയോ? ഡിവിഷൻ ചെയ്യാൻ തന്നാലും ചെയ്യാൻ പറ്റുമോ? 10 divided by 2 അറിയോ? എത്ര ആൻസർ കിട്ടും? 5. സിദ്ധാന്ത ആൻസർ പറഞ്ഞിട്ടുണ്ട്. 10 divided by 2 is equal to 5. എത്രയാണെന്ന് അറിയാം. ഓക്കെ, അപ്പോ ഡിവിഷൻ എന്ന് പറഞ്ഞാല് മൾട്ടിപ്ലിക്കേഷന്റെ നേരെ റിവേഴ്സ് ഓപ്പറേഷൻ ആണ് ഡിവിഷൻ. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് അഡീഷന്റെ റിവേഴ്സ് ഓപ്പറേഷൻ ആണ് സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? പറഞ്ഞിട്ടുണ്ടല്ലോ. അതേപോലെ ഡിവിഷന്റെ മൾട്ടിപ്ലിക്കേഷന്റെ റിവേഴ്സ് ഓപ്പറേഷൻ ആണ് എന്ത്? ഡിവിഷൻ. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാല് എന്താ ശരിക്കും? റിപ്പീറ്റഡ് അഡീഷൻ. ഒരേ നമ്പർ തന്നെ ഒരുപാട് തവണ ആഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? മൾട്ടിപ്ലിക്കേഷൻ ഷോർട്ട് ആക്കി പറയുന്നത്. ഇപ്പൊ 5 എന്ന് പറയുന്ന നമ്പർ 4 ടൈംസ് ആഡ് ചെയ്യുന്നതിനാണ് നമ്മൾ 5 into 4 എന്ന് പറയുന്നത്, ഷോർട്ട് ആക്കിയിട്ട് അല്ലേ? അതായത് റിപ്പീറ്റഡ് അഡീഷൻ ആണ് മൾട്ടിപ്ലിക്കേഷൻ. അങ്ങനെയാണെങ്കിൽ ഡിവിഷൻ എന്തായിരിക്കും? റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ. അതിന് നേരെ റിവേഴ്സ് അല്ലേ വരുന്നേ? മൾട്ടിപ്ലിക്കേഷന് നേരെ റിവേഴ്സ് ആണ് ഡിവിഷൻ. അപ്പോ ഡിവിഷൻ എന്ന് പറയുമ്പോൾ റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ. അതെങ്ങനെയാന്ന് പറഞ്ഞുതരാം. ആ ടെക്സ്റ്റിനകത്ത് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? There are 6 apples. We want to distribute them equally among 3 children. How many apples will each child get? 3 കുട്ടികളുണ്ട്, 6 ആപ്പിളും ഉണ്ട്. നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്യും? ആദ്യം നമ്മൾ ഓരോ ആപ്പിൾ ഓരോ കുട്ടികൾക്ക് കൊടുക്കും അല്ലെ? We give 1 apple to each of the 3 children. ഓരോ കുട്ടികൾക്ക് ഓരോന്ന് കൊടുത്തു. ഓരോന്ന് കൊടുത്താലും 6 ബാക്കി 3 ഉണ്ടാവുമല്ലോ. We still have 3 apples left. ഇല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? Again give 1 apple to each child. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ ആപ്പിൾ വീതം കൊടുക്കുന്നു. അപ്പൊ ഒരു കുട്ടിക്ക് എത്ര കിട്ടി? 2 ആപ്പിൾ. We say that 6 apples are shared equally among 3 children and each child gets 2 apples. 6 apples നമ്മൾ 3 കുട്ടികൾക്ക് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഒരു കുട്ടിക്ക് എത്ര എണ്ണം കിട്ടും? 2 എണ്ണം കിട്ടും അല്ലേ? അപ്പൊ നമ്മളത് മാത്തമാറ്റിക്സിന്റെ ഫോമില്, മാത്സിന്റെ ലാംഗ്വേജിൽ എങ്ങനെ എഴുതും? 6 ആപ്പിൾസ് 3 കുട്ടികൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ ഒരാൾക്ക് 2 ആപ്പിൾസ് കിട്ടും. എന്റെ കയ്യിൽ ഇപ്പോ 8 ചോക്ലേറ്റ്സ് ഉണ്ടെന്ന് വിചാരിച്ചോ. 8 ചോക്ലേറ്റ്സ്
4 കുട്ടികൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ ഒരാൾക്ക് 2 ചോക്ലേറ്റ്സ് കിട്ടും. ഇതാണ് ഡിവിഷന്റെ സൈൻ. ഡിവിഷന്റെ സൈൻ അറിയാലോ, ഒരു വരയിട്ടിട്ട് മുകളിൽ ഒരു കുത്ത്, താഴെ ഒരു കുത്ത്. ഇതാണ് ഡിവിഷന്റെ സൈൻ. അറിയാലോ? അതായത് നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഒരു സാധനം അത് ഈക്വലി ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു, വീതിച്ചു കൊടുക്കുന്നു. എത്ര പേർക്ക്? അതായിരിക്കും അതിന്റെ ആൻസർ. അതായത് ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നേ? ഡിവിഷൻ ഫാക്ട്. ഡിവിഷൻ ഫാക്ട്. അഡീഷൻ ഫാക്റ്റും മൾട്ടിപ്ലിക്കേഷൻ ഫാക്ട്, സബ്ട്രാക്ഷൻ ഫാക്ട് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതാണ് എന്ത്? ഡിവിഷൻ ഫാക്ട്. 8 divided by 4 is equal to 2 എന്ന് പറയുന്ന ഈ ഒരു ഇതാണ് ഡിവിഷൻ ഫാക്ട്. ഓക്കെ, ഇനി എങ്ങനെയാണ് റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ ആണെന്ന് പറയുന്നത് നോക്കാം. നമ്മുടെ കയ്യിൽ ഇപ്പോ ഓക്കെ, നിങ്ങളുടെ കയ്യില് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 ചോക്ലേറ്റ്സ്. ഇത് ചോക്ലേറ്റ്സ് ആണെന്ന് വിചാരിച്ചോ കേട്ടോ, ബ്രൗൺ കളറിലുള്ള ചോക്ലേറ്റ്സ് ആണെന്ന് വിചാരിക്കാം. 16 ചോക്ലേറ്റ്സ് ഉണ്ട്. എത്ര ചോക്ലേറ്റ്സ് ഉണ്ട്? 16 ചോക്ലേറ്റ്സ് ഉണ്ട്. അതിൽ നിന്ന് നിങ്ങൾ 4 ചോക്ലേറ്റ്സ് എന്ത് ചെയ്തു? ഒരു ഫ്രണ്ടിന് കൊടുത്തു. 4 ചോക്ലേറ്റ്സ് ഒരു ഫ്രണ്ടിന് കൊടുത്തു. ബാക്കി അവിടെ എത്ര ചോക്ലേറ്റ്സ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 ചോക്ലേറ്റ്സ് അല്ലേ? There remains 12 chocolates. Again, അത് കണ്ടുവന്ന വേറൊരു ഫ്രണ്ടിന് നമ്മൾ എന്ത് ചെയ്തു? 4 ചോക്ലേറ്റ്സ് കൊടുത്തു. 4 ചോക്ലേറ്റ്സ് പിന്നെ നമ്മൾ കൊടുത്തു. ബാക്കി അവിടെ എത്ര ചോക്ലേറ്റ്സ് ഉണ്ട്? 8 ചോക്ലേറ്റ്സ് അല്ലേ? അപ്പൊ വേറൊരു ഫ്രണ്ട് അത് ആദ്യം കണ്ടിട്ട് വന്നിട്ട് വേറൊരു ഫ്രണ്ടിന് നമ്മൾ 4 ചോക്ലേറ്റ്സ് കൊടുത്തു. ബാക്കി എത്രയുണ്ട് അവിടെ? 4 മൈനസ് 4. വേറൊരു ഫ്രണ്ടും കൂടി ഇതുപോലെ ചോക്ലേറ്റ് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നു. ആ 4 ചോക്ലേറ്റ്സും കൂടി വേറൊരു ഫ്രണ്ടിന് കൊടുത്തു. അപ്പൊ എത്രയായി? 0 ചോക്ലേറ്റ്സ്. നിങ്ങളുടെ കയ്യിൽ വേറെ ചോക്ലേറ്റ്സ് ഒന്നും ഇല്ല അല്ലേ? ഇപ്പൊ നമ്മുടെ കയ്യിൽ ടോട്ടൽ 16 ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു. ആ 16 ചോക്ലേറ്റ്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? 4 ചോക്ലേറ്റ്സ് വീതം ഡിവൈഡ് ചെയ്ത് കൊടുത്തു. 16 ചോക്ലേറ്റ്സ് 4 ചോക്ലേറ്റ്സ് വീതം ഡിവൈഡ് ചെയ്തിട്ട് എത്ര പേർക്കാ കൊടുത്തേ? എത്ര തവണ നമ്മൾ ഇവിടെ 4 മൈനസ് ചെയ്തിട്ടുണ്ട് നോക്കിയേ. 1 2 3 4 ടൈംസ് നമ്മൾ 4 മൈനസ് ചെയ്തിട്ടാണ് നമുക്ക് 4 ടൈംസ് നമ്മൾ ചോക്ലേറ്റ്സ് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മുടെ കയ്യിൽ ഒരു ചോക്ലേറ്റ്സും ഇല്ലാതായത് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് പറയും? 16 divided by 4 is equal to 4. 16 നമ്മൾ 4 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 4 പാർട്സ് കിട്ടും. ബെനീറ്റയ്ക്ക് എന്താ ചോദിക്കാനുള്ളേ? എന്താ ബെനീറ്റ? എല്ലാരും മ്യൂട്ട് ആക്കോ? മ്യൂട്ട് ആക്കണം. ഓക്കെ, ഒരു മിനിറ്റ്. സോറി, അത് മിസ് മറന്നുപോയി. ഓക്കെ,
അപ്പൊ നമ്മള് 16 ചോക്ലേറ്റ്സ് ഉള്ളത് 4 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 4 പേർക്ക് കൊടുക്കാൻ പറ്റും. ഇനി അതേപോലെ 20 ചോക്ലേറ്റ്സ് ആണെങ്കിലോ? ചോക്ലേറ്റ്സ് കറുത്ത് പോണ്ട, ബ്രൗൺ കളർ തന്നെ കൊടുക്കാം അല്ലെ. ഓക്കെ, 20 ചോക്ലേറ്റ്സ് ഉണ്ടെങ്കിലോ പിന്നെ ഒരു 4 പേർക്കും കൂടി നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലെ? പറ്റുമല്ലോ, ഒരു 4 പേർക്കും കൂടി കൊടുക്കാം. അതായത് 20യെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 20 ഡിവൈഡഡ് ബൈ 4 നമുക്ക് എത്ര പേർക്ക് കൊടുക്കാം? ആദ്യത്തെ ആൾക്ക് 4, പിന്നത്തെ ആൾക്ക് 4, പിന്നത്തെ ആൾക്ക് 4, പിന്നത്തെ ആൾക്ക് 4, പിന്നത്തെ ആൾക്ക് 4. എത്ര തവണ നമുക്ക് 4 മൈനസ് ചെയ്യാം? 5 ടൈംസ് 4 മൈനസ് ചെയ്യാം. അതായത് 20യെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഡിവിഷൻ എന്നുള്ള കൺസെപ്റ്റ് മനസ്സിലായോ? കണ്ടിന്യൂസ് സബ്ട്രാക്ഷൻ ആണ് ഡിവിഷൻ. പക്ഷെ എന്തുവരെ എങ്ങനെ സബ്ട്രാക്ട് ചെയ്യണം? 0 എത്തുന്നത് വരെ സബ്ട്രാക്ട് ചെയ്യണം. Thus, division is repeated subtraction. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം തീരുന്നത് വരെ അല്ലെങ്കിൽ നമ്പർ 0 ആകുന്നത് വരെ ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോറി, സബ്ട്രാക്ട് ചെയ്യുന്നതിനെയാണ് ഡിവിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പേജ് നമ്പർ 60 എക്സൈസ് 1.1 കണ്ടോ? പേജ് നമ്പർ 60 എക്സൈസ് 1.1 കണ്ടോ? അതിൽ ആ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്യാൻ പറ്റുമോ? കൗണ്ട് ആൻഡ് റൈറ്റ്. Divide 16 apples into 2 groups. 16 apples, 16 ആപ്പിൾസിനെ 2 ഗ്രൂപ്പ് ആക്കിയാൽ ഓരോ ഗ്രൂപ്പിൽ എത്ര എണ്ണം ഉണ്ടാവും? 16 divided by 2. Number of apples is equal to 16. അവിടെ സ്പേസ് ഉണ്ട് എഴുതാൻ വേണ്ടി. number of apples 16. 16 divided by 2 is equal to ഒരു ഗ്രൂപ്പിൽ എത്രയാവും? 16നെ 2 ആക്കി 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അല്ലെങ്കിൽ 2 പാർട്സ് ആക്കിയാൽ 2 ഗ്രൂപ്പ്സ് ആക്കിയാൽ ഒരു ഗ്രൂപ്പിൽ എത്ര ആപ്പിൾസ് ഉണ്ടാവും? എണ്ണി നോക്കിയേ. 1 2 3 4 5 6 7 8 ആപ്പിൾസ് ഉണ്ടാവും അല്ലേ? ദാറ്റ് മീൻസ് 16 divided by 2 is equal to 8. 16 divided by 2 is equal to 8. Next, divide 16 butterflies into 4 groups. 16 butterflies-നെ 4 groups ആക്കിയാൽ ഒരു ഗ്രൂപ്പിൽ എത്ര ബട്ടർഫ്ലൈസ് ഉണ്ടാവും? 4 butterflies. Next, 61. Page number 61. Divide 12 flowers into 4 groups. 12 flowers-നെ 4 groups ആക്കിയാൽ ഒരു ഗ്രൂപ്പിൽ എത്ര വരും? 1 2 3. 3 flowers. That means 12 divided by 4 is equal to 3. 12 divided by 4 is equal to 3. Next, fourth one. Divide 15 tops into 3 groups. 15 tops into 3 groups. Tops എന്ന് വെച്ചാൽ നമ്മൾ ഈ കറക്കി കളിക്കുന്ന പമ്പരം. 15 ടോപ്സിനെ 3 ഗ്രൂപ്പ് ആക്കിയാൽ ഒരു ഗ്രൂപ്പിൽ എത്ര എണ്ണം ഉണ്ടാവും? എത്ര എണ്ണം ഉണ്ടാവും? 5. Okay, that means 15 divided by 3 is equal to 5. വേറൊരു ക്വസ്റ്റ്യൻ കൂടെ എവിടെയുണ്ട്? ഡിവൈഡ് യൂസിങ് റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ. റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ വെച്ച് ഡിവൈഡ് ചെയ്യാൻ
20/5 എങ്ങനെ ചെയ്യും? മിസ് നേരത്തെ ചെയ്ത പോലെ. നോട്ട്ബുക്കിൽ എല്ലാവരുടെയും കയ്യില് നോട്ട്ബുക്ക് എടുത്തേ. റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ? ട്വന്റിയെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് 20യിൽ നിന്ന് 5 മൈനസ് ചെയ്ത് എത്ര തവണ മൈനസ് ചെയ്തു നോക്കാം. 20യിൽ നിന്ന് ആദ്യം നമ്മൾ 5 മൈനസ് ചെയ്യുന്നു. എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതിക്കോട്ടോ. 20യിൽ നിന്ന് ആദ്യം നമ്മൾ 5 മൈനസ് ചെയ്യുന്നു. എത്ര കിട്ടും? 15 കിട്ടും. 15 അഗെയിൻ നമ്മൾ 5 മൈനസ് ചെയ്യുന്നു. 10 കിട്ടുന്നു. 10ൽ നിന്ന് അഗെയിൻ 5 മൈനസ് ചെയ്താൽ 5 കിട്ടി. 5ൽ നിന്ന് അഗെയിൻ 5 മൈനസ് ചെയ്യുന്നു. 0 കിട്ടി. അതായത് 20 ഡിവൈഡഡ് ബൈ 5. എത്ര തവണ നമ്മൾ ഇവിടെ 5 മൈനസ് ചെയ്യുന്നുണ്ട്? 1 2 3 4. 4 ടൈംസ് 5 മൈനസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് 20/5 ഈസ് ഈക്വൽ ടു 4. എന്താ ബെനീറ്റ? മിസ് ഇപ്പൊ ചെയ്ത പോലെ തന്നെയാണോ നോട്ടിൽ എഴുതണ്ടേ? ഇതുപോലെ തന്നെ നോട്ടിൽ എഴുതാം. നെക്സ്റ്റ് 16/4. നമ്മൾ നേരത്തെ ചെയ്തതാണ്, എന്നാലും നോട്ടിൽ ഒന്നും കൂടി ചെയ്തോ. 16ൽ നിന്ന് നമ്മൾ ആദ്യം ഒരു തവണ 4 മൈനസ് ചെയ്യുന്നു. 12 നീട്ടി. അഗെയിൻ നമ്മൾ 4 മൈനസ് ചെയ്യുന്നു. 8 നീട്ടുന്നു. അഗെയിൻ 4 മൈനസ് ചെയ്തു. 4 കിട്ടി. അഗെയിൻ 4 മൈനസ് ചെയ്തു. 0 കിട്ടി. അതായത് നമ്മൾ 0 കിട്ടുന്നത് വരെ സബ്ട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതായത് 16നെ നമ്മൾ എത്ര തവണ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തു? എത്ര തവണ 4 നമ്മൾ മൈനസ് ചെയ്തു? 1 2 3 4. 16 ഡിവൈഡഡ് ബൈ 4 is equal to 4. അജ്സലിന് എന്താ ഡൗട്ട്? എന്താ അജ്സലെ? ടീച്ചറെ വീഡിയോ ഓൺ ആക്കില്ല. വീഡിയോ ഓഫ് ആയതാ. ഇതിന്റെ ക്യാമറ ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട്, അതുകൊണ്ട് ഓഫ് ആയി പോയതാ. ഇത് ചെയ്ത് കഴിഞ്ഞല്ലേ? പെട്ടെന്ന് എഴുതിക്കോ. കഴിഞ്ഞോ? നെക്സ്റ്റ് തേർഡ് വൺ 24/8. 24ൽ നമുക്ക് എത്ര തവണ 8 മൈനസ് ചെയ്യാം? ഒരു തവണ 8 മൈനസ് ചെയ്താൽ 16.
അഗെയിൻ നമ്മൾ 8 മൈനസ് ചെയ്യുന്നു, 8 നീട്ടി. അഗെയിൻ നമ്മൾ 8 മൈനസ് ചെയ്യുന്നു, 0 കിട്ടും. 0 കിട്ടുന്നത് വരെ നമ്മൾ മൈനസ് ചെയ്യാം. അതായത് 24നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? എത്ര തവണ നമ്മൾ 8 മൈനസ് ചെയ്തിട്ടുണ്ട്? 1 2 3. 3 ടൈംസ് നമ്മൾ 8 മൈനസ് ചെയ്തിട്ടുണ്ട്. എന്താ ഏഞ്ചൽ? മിസ് കാണാൻ പറ്റുന്നില്ല, ചെരിഞ്ഞിട്ടൊക്കെ. ചെരിഞ്ഞിട്ടാണോ? ബാക്കിയുള്ളതൊക്കെ മായ്ച്ചു കളയാം. ഓക്കെ, ഇതൊക്കെ എഴുതിയതല്ലേ? യെസ്. ഇപ്പൊ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ? ഇല്ല. ഇല്ലേ? ഇല്ല. ബാക്കി എല്ലാവർക്കും ക്ലിയർ ആണോ? ബാക്കി എല്ലാവർക്കും ക്ലിയർ ആണല്ലോ മോളെ. മോളുടെ ഫോൺ എന്തെങ്കിലും കംപ്ലൈന്റ് ആയിട്ടുണ്ടാവും സ്ക്രീനിന്റെ. നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 3 എന്ന് കിട്ടും. ഇനി 40 ഡിവൈഡഡ് ബൈ 40യെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 40 മൈനസ് 8. 40ന്ന് 8 മൈനസ് ചെയ്താൽ 32 എന്ന് കിട്ടും. 32ന്ന് അഗെയിൻ 8 മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 24 എന്ന് കിട്ടും. 24ന്ന് അഗെയിൻ നമ്മൾ 8 മൈനസ് ചെയ്യുന്നു, 16 എന്ന് കിട്ടും. 16ൽ നിന്ന് അഗെയിൻ 8 മൈനസ് ചെയ്താൽ 8 കിട്ടും. 8ൽ നിന്ന് നമ്മൾ വീണ്ടും 8 മൈനസ് ചെയ്താൽ 0 എന്ന് കിട്ടും. അതായത് 40 ഡിവൈഡഡ് ബൈ 8. എത്ര തവണ നമ്മൾ 8 മൈനസ് ചെയ്തിട്ടുണ്ട്? ഇവിടെ എത്ര തവണ മൈനസ് ചെയ്തിട്ടുണ്ട്? 1 2 3 4 5. 5 ടൈംസ് 8 മൈനസ് ചെയ്തിട്ടുണ്ട്. 40യെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ we get 5. നെക്സ്റ്റ് എന്താ ബെനീറ്റ? മിസ് ഇതെന്താ എന്തോ എഴുതി കാണിക്കുന്നുണ്ടല്ലോ. പ്ലീസ് മൂവ് ദിസ് വിൻഡോ അവേ ഫ്രം. അതവിടെ കിടന്നോട്ടെ, അത് സൂം അപ്ഡേറ്റ് ചെയ്തപ്പോ പറ്റിയതാ. ഓക്കെ, നെക്സ്റ്റ് 25/5. 25ൽ നിന്ന് നമുക്ക് എത്ര തവണ 5 മൈനസ് ചെയ്യാൻ പറ്റും നോക്കാം. 25ൽ നിന്ന് ഒരു തവണ മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 20 കിട്ടും. 20ൽ നിന്ന് അഗെയിൻ നമ്മൾ 5 മൈനസ് ചെയ്താൽ 15 കിട്ടും. 15ൽ നിന്ന് അഗെയിൻ മൈനസ് ചെയ്താൽ 10 കിട്ടും. 10ൽ നിന്ന് അഗെയിൻ മൈനസ് ചെയ്താൽ 5 കിട്ടും. 5ൽ നിന്ന് പിന്നെ ഒന്നും കൂടി മൈനസ് ചെയ്താൽ 0 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ നമ്മൾ എത്ര തവണ മൈനസ് ചെയ്തു? 1 2 3 4 5. 5 ടൈംസ് മൈനസ് ചെയ്തു. അതായത് 25നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 5 എന്ന് കിട്ടും. ഇതേപോലത്തെ ഒരു 3 ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് തരട്ടെ? പെട്ടെന്ന് എഴുതിയെടുക്കോ? ക്വസ്റ്റ്യൻ എഴുതിയെടുക്കോ? ഇതാ ഇവിടെ തന്നെ മിസ് ടൈപ്പ് ചെയ്യുന്നുണ്ടേ. 18നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാ. 24/4.
ഓക്കെ, ഈ രണ്ടെണ്ണം 18/3 24/4. ഈ കോളത്തിൽ കാണുന്ന രണ്ട് ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് എഴുതിയെടുത്തോ. ഇപ്പൊ നമ്മൾ ചെയ്ത അതേ മെത്തേഡിൽ ചെയ്യാം, റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ വഴി. Eighteen by 4 18/3 24/4. എഴുതിയെടുത്തോ? എന്താ ഏഞ്ചൽ? മിസ്സേ മൂന്നാമത്തെ കാണിച്ചത് ഒന്നുകൂടി കാണിക്കോ? മൂന്നാമത്തെ സാധനം. അയ്യോ, അത് മിസ് വായിച്ചു കഴിഞ്ഞല്ലോ മോളെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എത്രയായിരുന്നു? 24/8 അല്ലേ? 24 minus 8 16 minus 8 8 again minus 8. Answer is 0. 24 divided by 8 is equal to, നമ്മൾ 3 തവണ 8 minus 8 ഉണ്ട്. So answer is 3. ഹോംവർക്കിന്റെ ക്വസ്റ്റ്യൻ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഹോംവർക്ക് ഇതേപോലെ ചെയ്യാം കേട്ടോ. കണ്ടില്ലേ? 18/3 24/4. എന്താ നിഹാര? ആ, ഇതിപ്പോ എഴുതണ്ട റെഡ് കളറിലത്തെ ക്വസ്റ്റ്യൻ. ആ ഹോംവർക്ക് തന്ന ക്വസ്റ്റ്യൻ മാത്രം ഹോംവർക്ക് ആയിട്ട് ചെയ്താൽ മതി. ഹോംവർക്കിനായി 2 ക്വസ്റ്റ്യൻ തന്നിട്ട് കണ്ടോ? ഈ റെഡ് കോളത്തിൽ കൊടുത്തിരിക്കുന്ന 18/3 24/4. അത് രണ്ടും ഹോംവർക്ക് ആയിട്ട് ഇതേപോലെ ഹോംവർക്ക് ചെയ്യാം. ഓക്കെ, ഇതിപ്പോ ക്ലാസ് കട്ടാവാൻ പോവാണേ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ബൈ.